ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും RK വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ യാത്ര മന്ദാരഗിരിയിലേക്കാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെയുള്ള പണ്ഡിതനഹള്ളിയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂർ മുംബൈ ഹൈവേയിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മന്ദാരഗിരിയുടെ പ്രധാന ആകർഷണം എന്തെന്ന് വെച്ചാൽ മലമുകളിലുള്ള ജെയിൻ ടെമ്പിൾ, പിന്നെ പിഞ്ചി ഷേപ്പിലുള്ള ഗുരുമന്ദിർ, ചന്ദ്രനാഥ തീർത്ഥങ്കരൻ്റെ പ്രതിമ എന്നിവയാണ്. ഹൈവേയിൽ നിന്നും റൈറ്റ് എടുത്ത് 3 കിലോമീറ്ററോളം ഉണ്ട്. നേരെ പോകുന്നത് തുംകൂറിലേക്കാണ്. അത് നമ്മൾ ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. ക്രോസ് ചെയ്ത് പോകുന്നത് പണ്ഡിതനഹള്ളിയിലേക്കാണ്. പോകുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു റെയിൽവേയുടെ അണ്ടർപാസ് കാണാം. നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തിയിരിക്കുകയാണ്. ഇവിടെ അതിനടുത്ത് തന്നെയായി ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. 2 വീലറും 4 വീലറും പാർക്ക് ചെയ്യാം. പാർക്കിംഗ് ഫീ 10 രൂപയാണ്. ഈ കാണുന്നതാണ് പിഞ്ചി ഷേപ്പ് ഗുരുമന്ദിറിലേക്കുള്ള എൻട്രൻസ്. അവിടേക്ക് നമുക്ക് വരുമ്പോൾ പോകാം. ആദ്യം നമുക്ക് മലമുകളിലേക്ക് കയറാം. മന്ദാരഗിരി ബസായി ബേട്ട എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. അത് നമ്മൾ അടിവാരത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 400-ലേറെ സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലെത്താൻ. നമ്മൾ കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് അധികം ഇല്ലാത്തതിനാൽ നമുക്ക് ഈസിയായി കയറാവുന്നതാണ്. നമ്മൾ പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു. ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച പകുതി ദൂരം കയറിയപ്പോൾ ഉള്ളതാണ്. വളരെ മനോഹരമായിട്ടുണ്ട്. അത് നമ്മൾ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ക്ഷേത്ര പുനരുദ്ധാര പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്ന് തോന്നുന്നു. കൺസ്ട്രക്ഷൻ വർക്കെല്ലാം ഇവിടെ നടക്കുന്നതായി കാണാൻ കഴിയുന്നു. അത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ കവാടത്തിലെത്തിയിരിക്കുകയാണ്. ചെരുപ്പെല്ലാം ഊരി വെച്ച് വേണം ഉള്ളിലോട്ട് കടക്കാൻ. ഇവിടെ ആകെ 4 ക്ഷേത്രങ്ങളാണുള്ളത്. അതിൽ 2 എണ്ണം പണി കഴിപ്പിച്ചിരിക്കുന്നത് 12-ാം നൂറ്റാണ്ടിലും 2 എണ്ണം പണി കഴിപ്പിച്ചിരിക്കുന്നത് 14-ാം നൂറ്റാണ്ടിലുമാണ്. ക്ഷേത്രത്തിന് ചുറ്റും നടക്കാനുള്ള പാതയിൽ ഗ്രാനൈറ്റ് എല്ലാം വെച്ച് വൃത്തിയായി വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു വശത്തായി ഒരു കുളമുണ്ട്. വേണമെങ്കിൽ നമുക്ക് അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാം. ഇവിടെ ശാന്തമായ അന്തരീക്ഷമാണ്. ആൾക്കാർ കൂടുതലൊന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് താഴേക്ക് പോകാം. നമ്മളിപ്പോൾ കാണുന്നത് ചന്ദ്രനാഥ തീർത്ഥങ്കരൻ്റെ പ്രതിമയാണ്. ജെയിൻ മതത്തിൽ വിശ്വസിക്കുന്നവർ ഇവിടെ വന്ന് ആരാധന നടത്താറുണ്ട്. അടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നത് പിഞ്ചി ഷേപ്പിലുള്ള ഗുരുമന്ദിറാണ്. രാവിലെയാണ് ഇത് തുറക്കുക. ഇപ്പോൾ ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഗുരുമന്ദിരവും ചന്ദ്രനാഥ തീർത്ഥങ്കരൻ്റെ പ്രതിമയെല്ലാം ഉദ്ഘാടനം ചെയ്തത് 2011-ലാണ്. ഇവിടെയും ശാന്തമായ അന്തരീക്ഷമാണ്. കുറച്ചു നേരം ഇവിടെയും ചെലവഴിച്ച് തിരിച്ച് വരാവുന്നതാണ്.